മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വി കെ മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറാകും. UDFന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ. ഇരുവർക്കും 2.5 വർഷമാണ് കാലാവധി. രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യു മേയറാവും. KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയറാകും. ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൗൺസിലർമാരുടെ കൂടുതൽ പിന്തുണ ലഭിച്ചത് മിനിമോൾക്കും ഷൈനി മാത്യുവിനുമായിരുന്നു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. അതേസമയം ഒഴിവാക്കിയതിനെതിരെ ദീപ്തി മേരി വർഗീസ് KPCC അധ്യക്ഷന് പരാതി നൽകി. AI ഗ്രൂപ്പുകൾ ചേർന്ന് ബോധപൂർവം തന്നെ ഒഴിവാക്കിയെന്ന് കാണിച്ചാണ് ദീപ്തിയുടെ പരാതി. മേയറായി വി കെ മിനിമോളെയും ഡെപ്യൂട്ടി മേയറായി യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ കോർഡിനേറ്റർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ ദീപക് ജോയിയാണ്. ദീപക് ജോയി 2ാം വട്ടമാണ് കോർപ്പറേഷൻ കൗൺസിലറാകുന്നത്. ദീപക് ജോയിയെയും 2 പേരെയുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ 2.5 വർഷക്കാലം ആദ്യത്തെ ടേം 2 ടേമായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2.5 വർഷക്കാലം ഇവർ 2 പേരും, പിന്നീട് വരുന്ന 2.5 വർഷക്കാലം ഒന്ന് മേയറായി ഷൈനി മാത്യു, രണ്ടാമത്തേത് ശ്രീ KVP കൃഷ്ണകുമാറുമാണ്. അവരും ഈ നഗരസഭയിലെ നിരവധി വട്ടം കൗൺസിലർമാരും വിവിധ പദവികൾ അലങ്കരിച്ച ആളുകൾ കൂടിയാണ്. തീർച്ചയായും വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് DCC പ്രസിഡൻറ്റും MP MLA ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു നല്ല ഭരണം, കൊച്ചിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയർ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. വി കെ മിനിമോൾ കൊച്ചി കോർപ്പറേഷൻ മേയറാകും. UDFന്റെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയറാകുക. ഇരുവർക്കും 2.5 വർഷമാണ് കാലാവധി ഉണ്ടാവുക. രണ്ടാമത്തെ ടേമിൽ ഷൈനി മാത്യു മേയറും KVP കൃഷ്ണകുമാർ ഡെപ്യൂട്ടി മേയറുമാകും. ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ കൗൺസിലർമാരുടെ കൂടുതൽ പിന്തുണ ലഭിച്ചത് മിനിമോൾക്കും ഷൈനി മാത്യുവിനുമായിരുന്നു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. അതേസമയം ഒഴിവാക്കിയതിനെതിരെ ദീപ്തി മേരി വർഗീസ് KPCC അധ്യക്ഷന് പരാതി നൽകിയിരിക്കുകയാണ്. AI ഗ്രൂപ്പുകൾ ചേർന്ന് ബോധപൂർവം തന്നെ ഒഴിവാക്കിയെന്ന് കാണിച്ചാണ് ദീപ്തിയുടെ പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ.